എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെല്ലാം ഇഡിയുടെ വരവ് മാത്രം. അടുത്തതായി ഇഡി വരുന്നു കരുവന്നൂരിലേക്ക്. ഇനി ചോദ്യങ്ങൾ വരുമ്പോൾ ഒഴിഞ്ഞു മാറാനും കലിപ്പാവാനും പുതിയ ക്യാപ്സ്യൂൾ ഇറക്കാനും നമ്മുടെ കോമ്രേഡ്സ് കാത്തിരിക്കണം. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കൊഴുക്കാണ്. നമ്മുടെ CM ഇപ്പൊ പണ്ടത്തെ പോലെ നല്ല കേട്ടോ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടൊന്നല്ല കേട്ടോ, ചോദ്യങ്ങൾ വരുമ്പോൾ പ്രതികരിക്കണ്ടേ, അതല്ലേ ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. അപ്പോഴേ CM ഇവിടെ എല്ലാവർക്കുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളൊക്കെ മച്ചായി നിന്നിട്ട് ഇന്ത്യ മുന്നണിയായി നിന്ന് മത്സരിക്കുകയാണ്. കേരളത്തിലെത്തുമ്പോൾ ആ ഒരുമ മാറി മത്സരിക്കുന്നു. അപ്പൊ ആളുകൾക്ക് ആകെ കൺഫ്യൂഷൻ ആവില്ലേ? രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ആരെയാ നേരിടുന്നത്? കേരളത്തിൽ വന്ന് സുരേന്ദ്രനെ നേരിടുകയാണെന്ന് പറയാൻ പറ്റും? അല്ല, BJPയെ നേരിടാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയാൻ പറ്റും? ഇവിടെ LDF ആണല്ലോ പ്രധാന ശക്തി. ഓ, അപ്പൊ അവിടെ ഞങ്ങളുടെ സുരേന്ദ്രൻജിക്ക് അപമാനം. അതെന്താ സുരേന്ദ്രൻജിക്ക് എതിരെയാണ് മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുവോ? ഇവിടെ നിങ്ങൾ LDFും UDF കൂട്ടാണോ എന്ന് ജിമാർക്ക് നല്ല സംശയം ഉണ്ട് കേട്ടാ. അതുകൊണ്ടല്ലേ നിങ്ങളാരും ഞങ്ങളുടെ ജിമാരെ ഇങ്ങനെ മൈൻഡ് ആക്കാണ്ട് നിൽക്കണത്. ഇടതു മുന്നണിയുടെ കൺവീനർ തന്നെ പറഞ്ഞു BJP നിർത്തിയിരിക്കുന്നതെല്ലാം മിടുക്കന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. എന്തായാലും EP ജയരാജന്റെ ആ പ്രസ്താവനയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. സത്യം ഒരു പ്രാവശ്യമെങ്കിലും EP ജയരാജൻ പറഞ്ഞു. അതൊക്കെ ഇവിടെ EP വിവാദമായപ്പോൾ തന്നെ മാറ്റി പറഞ്ഞില്ലേ മിസ്റ്റർ? BJP സ്ഥാനാർത്ഥികൾ മിടുക്കരാണെന്ന് ആദ്യം പറയുന്നു, പിന്നീട് അത് തിരുത്തി പറയുന്നു. മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്യുന്ന ശീലം ഞങ്ങൾക്കില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. അങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും പറയുന്ന EPയുടെ ടീമിന്റെ അടുത്താണ് നിങ്ങൾ മാതിരി ചോദ്യങ്ങൾ കൊണ്ടുവരുന്നത്. സില്ലി പീപ്പിൾസ്. കരുവന്നൂർ ബാങ്കിൽ CPIഎമ്മിന് രഹസ്യ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അതിന്റെ വിവരങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇഡിക്ക് കൊടുത്തു എന്നൊക്കെ വാർത്ത വരുന്നുണ്ട് കേട്ടോ. CM അതിനെ കുറിച്ച് എന്തിട്ടാ പറയാനുള്ളത്? ചോദ്യം കൊണ്ട് വെള്ളം കുടിച്ചല്ല കേട്ടോ. അതന്നെ ഇടി വരുന്നു പറഞ്ഞ് പേടിപ്പിക്കാൻ നിൽക്കണ്ടേട്ടാ. ഇതിപ്പോ ചൂടായോണ്ടാ വെള്ളം കുടിക്കണത്. അല്ല CM CPIഎമ്മിന്റെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു 10 മണി വരെയാണ്. ഒറ്റ കാര്യം വരിയില്ല. ഞാൻ പറഞ്ഞു 10 മണി വരെയാണ് നമ്മൾ നടത്തുക എന്നുള്ളത്. ഇനി നിങ്ങളല്ലെങ്കിലും നിങ്ങളെ പോലെയുള്ളവരെ ഞാൻ വേറെ കാണും. അപ്പൊ ഞാൻ പറഞ്ഞോളാം, ഇപ്പൊ നമ്മൾ അവസാനിപ്പിക്കുക. പിന്നല്ലാണ്ട് സമയനിഷ്ഠ കൃത്യമായിട്ട് പാലിക്കുന്ന ആളാണ് നമ്മുടെ CM എന്ന് അറിഞ്ഞൂടെ? നേരില്ലാത്ത നേരത്താണോ നിങ്ങളുടെ ആവശ്യമില്ലാത്ത ഈ ചോദ്യങ്ങൾ? കഴിഞ്ഞ ദിവസം കൊല്ലത്ത് CAA വിഷയത്തിൽ നടന്ന പൊതുപരിപാടിയിൽ CM വൈകി എത്തിയത് ആർക്കും ഓർമ്മയില്ലല്ലോ അല്ലേ? അപ്പൊ പറഞ്ഞു വരുന്നത് ഇതാണ്, സമയം കഴിഞ്ഞു, ഇനി ഇഡിന്നും കരുവന്നൂരിന്നും പറഞ്ഞ് ആരും ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അടുത്തേക്ക് ചെല്ലണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോയി എന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം. ഞാൻ പറയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കി. തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10 മണിക്ക് അവസാനിക്കും. ചോദ്യങ്ങൾ കൊണ്ടുള്ള മാതിരി കമന്റ്സ് ഒന്നും CMന്റെ അടുത്തേക്ക് വേണ്ടട്ടാ. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ VD സതീശനോടോ K സുരേന്ദ്രനോടോ K സുധാകരനോടോ ഒക്കെ ആവാം. അവരൊക്കെ നിങ്ങളുടെ ചോദ്യങ്ങൾ കേട്ടിട്ടായിരിക്കും. പക്ഷെ പിണറായി വിജയന്റെ അടുത്ത് ഇതൊന്നും നടക്കില്ല മക്കളെ. നെഹിന്ന് പറഞ്ഞ നെഹി. നിങ്ങൾ എല്ലാം വാച്ചിൽ 10 മണിയായിട്ടുണ്ടാവും, നോയിക്കോ. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട്. ചോദിച്ചോ, എത്ര വേണമെങ്കിലും ചോദിച്ചോ, പക്ഷെ ഉത്തരം മാത്രം പ്രതീക്ഷിക്കേണ്ട. സഹകരണ നിയമങ്ങൾ ലംഘിച്ചിട്ടാണ് കരുവന്നൂരിൽ CPM അക്കൗണ്ടുകൾ ഉണ്ടാക്കിയെന്നാണ് ഇഡിയുടെ ആരോപണം. അതിനൊക്കെ ഉത്തരം പറയാൻ നിന്നാൽ എന്തോരം സമയം പോവും. അല്ലെങ്കിൽ ഇതൊക്കെ ഇത്ര സീരിയസ് വിഷയമാണോ? ഇഡിനെ പേടിച്ചിട്ടോ മറുപടി എന്ത് പറയണമെന്നോ കൺഫ്യൂഷനായിട്ടോ ഒന്നുമല്ല. സമയം 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ ഞങ്ങളുടെ CMനെ കൊണ്ട് പറ്റില്ല. അപ്പൊ ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രിയുടെ വക വിപ്ലവാഭിവാദ്യങ്ങൾ. ഒരു ഭാഗത്ത് ഒഴിഞ്ഞു മാറലാണെങ്കിൽ മറുഭാഗത്ത് കലിപ്പ്. ഞങ്ങളുടെ കോമ്രേഡ്സിന്റെ അടുത്താണോ ടിപ്സിനും ക്യാപ്സ്യൂളിനും പഞ്ഞം? ഒരു അക്കൗണ്ട് പിടിച്ചോട്ടെ, ഞങ്ങൾക്ക് ഭയമില്ലല്ലോ. കള്ളത്തരം പ്രചരിപ്പിച്ചിട്ട് കേജ്രിവാളിനെ പോലുള്ളവർ അറസ്റ്റ് ചെയ്യുന്ന ഇഡിക്ക്, അതുപോലെ തന്നെയുള്ള ഈ കേന്ദ്ര ഗവൺമെന്റിന് ആരെയാണ് അറസ്റ്റ് ചെയ്തത്? അതുകൊണ്ട് ഭയപ്പെടുത്തൊന്നും വേണ്ട. അതെല്ലാം ഭയപ്പെടുത്തിയാൽ അതൊക്കെ എത്ര അക്കൗണ്ട് ഉണ്ട്? 100 അക്കൗണ്ട് ഉണ്ടായിക്കോട്ടെ, RBI കൊടുക്കട്ടെ എന്ന്. ഭയമുണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ. ധാർഷ്ട്യം എന്നും ഞങ്ങളുടെ കോമ്രേഡ്സിന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. നിങ്ങൾ ചോദ്യം ചോദിക്കുന്നതിനനുസരിച്ച് ഞങ്ങളുടെ ഗോവിന്ദ മാഷിന്റെ കലിപ്പ് കൂടി വരും. ഞങ്ങൾക്കതിൽ ഭയത്തിന്റെ പ്രശ്നങ്ങൾ ഉപയോഗിക്കുന്നില്ല. കള്ള ഗുണ്ടാ പിരിവ് നടത്താൻ കൂട്ടുനിന്ന ED അല്ലേ? ഗുണ്ടകൾ എങ്ങനെയാണോ ഗുണ്ടാ പിരിവ് നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക, ആദ്യം പോയി ഭീഷണിപ്പെടുത്തും, എന്നിട്ട് വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെയാണ് കടന്നാക്രമം. ഇതിപ്പോൾ ഗുണ്ടാ പിരിവിന്റെ ഭാഗമായിട്ട് ആദ്യം ഭീഷണിപ്പെടുത്തുമ്പോൾ തന്നെ കേസിന്റെ ഭാഗം വരുമ്പോൾ തന്നെ
ഫണ്ട് വാങ്ങിയില്ലേ, ഇലക്ഷൻ ഫണ്ട് വാങ്ങിയില്ലേ? എത്ര കോടിയാണ് വാങ്ങിയേ? 9,000-ഓളം കോടി ഉറുപ്പികയല്ലേ ഇവർ വാങ്ങിയത്. ആ വാങ്ങിയ പണമെല്ലാം സംബന്ധിച്ച് കൃത്യമായ കണക്ക് വരട്ടെ. ഞങ്ങളിപ്പോൾ രഹസ്യമായിട്ടുള്ള ഫണ്ട് ഉണ്ടെന്ന്, ഞങ്ങൾക്ക് രഹസ്യമായ ഒരു ഫണ്ടുമില്ല, എല്ലാം പരസ്യമാണ്, എല്ലാം കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നതുമാണ്. അതിലൊന്നും ഭയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതിൽ വേറെ ആളെ അതിന് ആരെയാണ് നിങ്ങൾ ഈടി വരുന്നതെന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ നോക്കണത്? വെടിയുണ്ടകൾക്ക് നേരെ വിരിമാറ് കാണിച്ചു നിന്ന ഊരിപ്പിടിച്ച വടിവാളുകൾക്ക് നടുവിലൂടെ നടന്നു പോയവരെയാണോ ഈടി എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത്? അശോക് ചൗഹാനെ പോലുള്ളവരെ ഭയപ്പെടുത്തിയാൽ മതി, ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട കേട്ടോ. ആർക്ക് എത്തുകൊടുത്താൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അസാധാരണ സാഹചര്യം തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അസാധാരണ സാഹചര്യമല്ലേ. പക്ഷെ അതൊന്നും കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും തകർക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ധരിക്കണ്ട. അല്ല മാഷേ, തെരഞ്ഞെടുപ്പ് സമയത്ത് ഈടി വരിക, CPM രഹസ്യ അക്കൗണ്ട് ഉണ്ടെന്ന് പറയുക, അതും കരുവന്നൂരിൽ ഓഡിറ്റ് വിവരങ്ങളിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെച്ചു എന്ന് ആരോപണം ഉണ്ടാവുക. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു തിരിച്ചടി മണക്കല്ലേ? രഹസ്യമായിട്ട് ഒരു അക്കൗണ്ട് ഇല്ല, കൃത്യമായിട്ടുള്ള അക്കൗണ്ട് ഉണ്ട്. അതെ, കണ്ടുപിടിക്കട്ടെ. ഇടിക്കുന്ന പണി പിന്നെ പിടിക്കട്ടെ. ഗുണ്ടാപ്പണി എടുത്താൽ മാത്രം പോരല്ലോ, അവരിതെല്ലാം കണ്ടുപിടിക്കട്ടെ. ഞങ്ങൾക്ക് അതിൽ ഭയമില്ല, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എന്തിനാ വെറുതെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? മറുപടി ഇല്ല എന്നായിരുന്നല്ലോ എല്ലാവരുടെയും പരാതി. എന്നിട്ട് ഇപ്പൊ എന്തായി? കലിപ്പായി എല്ലാരെയും വായടപ്പിക്കാൻ നോക്കണം ഞങ്ങളുടെ ഗോവിന്ദ മാഷിനെ. കണ്ടോ നിങ്ങള്? ഞങ്ങൾക്ക് ആരെയും ഒന്നിനും ഭയമില്ല കേട്ടോ. ഈടി വരട്ടെ. എങ്ങനെയുണ്ട് പുതിയ ഐറ്റം? പുതിയ ക്യാപ്സ്യൂൾ എങ്ങനെയുണ്ടെന്ന്? ഞങ്ങളെ വരട്ടാന്ന് നോക്കണ്ട. ഇതിനൊന്നും പിന്നെ മുട്ടു മടക്കുകയും ചെയ്യില്ല. ഞങ്ങള് ശാക്രിയായിട്ട് ഇതിനെ എതിർത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകും. ആയിക്കോട്ടെ എന്ന് അത് ഉണ്ടായത് പറഞ്ഞാൽ പോരല്ലോ, പിടിക്കണ്ടേ? എന്താ പിടിക്കാതെ? കുറെ കൊല്ലാതെ പറയാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്കൊരു ചുക്കും അതിന്റെ മേലെ ചെയ്യാനാവില്ല. ആഹാ, ആ മുഖത്തെ പുച്ഛം കണ്ടോ, കലിപ്പ് കണ്ടോ? ഇങ്ങനെയാവണമടാ യഥാർത്ഥ നേതാവ്. എതിർത്തുള്ള ചോദ്യങ്ങളും കൊണ്ട് ആരും ആ വഴി ചെല്ലണ്ടാട്ടാ, പറപ്പിക്കല്ലത്തിന്. അത് ഭയർ കിട്ടും. ഇനി നമ്മൾ കേൾക്കാൻ പോണത് BJPയുടെ അഭിമാനമായ AP അബ്ദുള്ളക്കുട്ടിയുടെ പ്രസംഗമാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങളും തത്വചിന്താപരമായ ചിന്തകളൊക്കെ ഒന്ന് കേൾക്കണം. എവിടെ നിന്നാ ഇതൊക്കെ വരണമെന്ന് തോന്നിപ്പോവും. അല്ല, എവിടെ നിന്നാണാവോ വരണമെന്ന് തോന്നിപ്പോകുന്നു. AP അബ്ദുള്ളക്കുട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലാണ്. അദ്ദേഹത്തിന്റെ വോട്ട് ചോദിക്കൽ കാണുന്ന നമ്മുടെ ജിമാരെല്ലാം ആനന്ദ ദുന്ദുബിയായിട്ടുണ്ടാവും. നിങ്ങളുടെ CM പോലത്തെ മാസ് ഡയലോഗ് ഒന്നല്ലേട്ടാ, ഇത് ഐറ്റം വേറെയാണ് മക്കളെ. കേരള രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു മുദ്രാവാക്യം ഞാൻ തൃശ്ശൂരിങ് എടുക്കുവാന്നാണ്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപിയെ ഇങ്ങ് എടുക്കുക എന്നുള്ളൊരവസ്ഥയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ മനസ്സിലാക്കൽ വളരെ കറക്റ്റ് ആയിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നോക്കുന്നേ. ഒന്നുമില്ലെങ്കിലും സുരേഷ് ഗോപിജിയുടെ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ സ്റ്റൈൽ തന്നെ നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ ആ ആവേശം കണ്ടാൽ അറിഞ്ഞൂടെ ഇത്തവണ സുരേഷ് ഗോപിജി തൃശ്ശൂർ എടുക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖത്ത് നോക്കി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കടിഞ്ചി പൊട്ടൻ. ആഹാ, എത്ര സംസ്കാര സമ്പന്നമായ ഭാഷ, നല്ല രാഷ്ട്രീയ മര്യാദ. നമ്മൾ സാധാരണ അമ്മമാര് പറയും മൂത്തകുട്ടികളെ കുറിച്ച് കുറച്ച് സ്നേഹത്തിലാ പറയാ. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും പെരുമാറ്റവും കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ സൂട്ടുകൂട്ട് സർക്കാരാണ്, അദാനിയുടെ അംബാനിയുടെ സർക്കാരാണ്. മിസ്റ്റർ രാഹുൽ, നിങ്ങൾ ഈ ഗവൺമെന്റിനെ കുറിച്ച് ഒരു മണ്ണും പുണ്ണാക്കും അറിഞ്ഞൂടാ. നിങ്ങൾ നരേന്ദ്രമോദിയുടെ ക്ഷേമ പദ്ധതി ശ്രദ്ധിച്ചിട്ടുണ്ടോ? PM സ്വാനിധി, തെരുവ് കച്ചവടക്കാർക്കുള്ള ആശ്വാസം, പലിശ വേണ്ട. പിന്നെ വയനാടൻ പ്രധാനമന്ത്രിക്ക് മോദിജിയുടെ പ്രവർത്തനങ്ങൾ നോക്കാനല്ലേ നേരം. ഇനി പോയേ. എന്റെ ഒരു അനുഭവം പറയട്ടെ. ഒരു ദിവസം വടകരയിൽ നിന്ന് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. അങ്ങേ തലക്കുന്ന ആദ്യം തന്നെ എന്നാ പറയുന്നറിയാം, അബ്ദുള്ളക്കുട്ടി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, സബൂറാക്കണം. ഞാൻ പറഞ്ഞു ഞാനൊരു കുറ്റം എന്നോട് ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് കുറ്റം ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾ BJP ചേർന്നപ്പോ നിങ്ങളെ ചാണകം എന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ നരേന്ദ്രമോദിന്റെ തന്തക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് പൊറുക്കണം, പൊരുത്തപ്പെടണം. ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം പറ. ഇതുവരെ എല്ലാം ശരിയാണ് കിട്ടുന്നേട്ടാ. നല്ല കഥ അല്ലേ, നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. ബാക്കി പറയും. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു വടകര ഹൈവേയിൽ ഒരു ചായക്കട തട്ടുകട നടത്തുന്ന ആളാണ്. അവിടെ ചാവടിക്കാൻ വന്ന SBI മാനേജർ ഒരു ദിവസം എന്നെ ഉപദേശിച്ചു, പ്രധാനമന്ത്രി സ്വാനിധി. ഞാനത് അപേക്ഷിച്ചു.
ഒരു വെള്ളക്കടലാസിൽ ആധാർ കാർഡിന്റെ കോപ്പിയുമായി അപേക്ഷിച്ചപ്പോൾ എനിക്ക് 10,000 കിട്ടി. അത് ഞാൻ കൃത്യമായി തിരിച്ചടിച്ചു. 20,000 കിട്ടി, അടച്ചു. 50,000 കിട്ടിയ സന്തോഷത്തിലാണ് കുട്ടിക്ക ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. വാവ്, സൂപ്പർ. മോദിജി നമ്മുടെയൊക്കെ ഒരു അനുഗ്രഹം തന്നെ അല്ലേ. പദ്ധതികൾ കൊണ്ടുവരുന്നതും അത് നടപ്പാക്കുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ലേ. അതിലിപ്പോൾ ഇത്ര സ്പെഷ്യാലിറ്റി എന്താണെന്നൊന്നും ചോദിക്കരുത് കേട്ടോ. അങ്ങനത്തെ ചോദ്യങ്ങൾ ചിന്തിക്കണത് പോലും തെറ്റാണെന്നേ. അതൊക്കെ രാജ്യദ്രോഹികളുടെ വർത്താനാണ്. എന്നിട്ട് ആ പുള്ളിയോട് നിങ്ങൾ എന്ത് പറഞ്ഞു കുട്ടിക്ക? ഞാൻ പറഞ്ഞു, എന്നാ മോദിജിന്റെ ഒരു ചെറിയ ചിത്രം തട്ടുകടയുടെ മുമ്പിൽ ഒട്ടിക്കുന്നു. ഇപ്പം പറഞ്ഞു, ആ ഒട്ടിച്ചാൽ ചിലപ്പോൾ കച്ചവടം പൂട്ടിപ്പോകും. എന്ത് ചെയ്യാനാ, ഈ മലയാളികളുടെ പ്രശ്നം ഇതാണ്. ഒറ്റ ജീമാരെയും അടുപ്പിക്കില്ല. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് എല്ലാവർക്കും അറിയണതല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ എല്ലാവരുടെ വീടിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ കടയുടെ മുന്നിലോ വെച്ചാൽ എന്താ, മോദിജി കടയുടെ ഐശ്വര്യം. അത് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു ഐശ്വര്യമാണല്ലേ. എന്നാലും മോദിജിയുടെ ഫോട്ടോ വെച്ചാൽ കച്ചവടം പൂട്ടി പോകുമെന്ന് പറഞ്ഞത് കുറച്ച് കഷ്ടമായിട്ടോ. ഒരു വീരപുരുഷനെ പറ്റി ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അഴിമതി തുടച്ചു നീക്കാൻ സർവശക്തൻ ഈ ഭൂമിയിലേക്ക് അയച്ച ഒരു രാഷ്ട്രീയ അവതാരമാണ് നരേന്ദ്രമോദി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അബ്ദുള്ള കുട്ടിജിക്ക് ഇപ്പൊ മറ്റ് ജിമാരെ പോലെ സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നേ. BJP ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഈട് കയറി ഇറങ്ങി നടക്കുമ്പോൾ പിന്നെ സന്തോഷിക്കണ്ടേ? എതിരാളികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം, എന്നിട്ട് ഒറ്റയ്ക്ക് ജയിച്ച് ഒറ്റയ്ക്ക് ഭരിക്കണം. ആഹാ, എത്ര സുന്ദരമായ കാഴ്ചയായിരിക്കും അത്. അഴിമതിക്കാർക്ക് ആകെ വേജാറാ. 2 മുഖ്യമന്ത്രിമാർ ഇപ്പൊ ജയിലില്ല. ഉണ്ടതെന്നാ ഒന്നാരാന്നറിയോ? നമ്മൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ. കെജ്രിവാളിന്റെ കാര്യം പറയുമ്പോൾ ജിയുടെ മുഖത്ത് ട്യൂബ് ലൈറ്റ് കത്തണ പോലെ ഉണ്ടാവണ ആ കത്തല് കണ്ടോ, ആ ചിരി കണ്ടോ? തെരഞ്ഞെടുപ്പ് സമയത്ത് എതിരാളികളെ ഒക്കെ തളർത്തി അത് കാണാൻ തന്നെ എന്ത് രസമാണ്. കെജ്രിവാൾ അകത്തായപ്പോ ഒരാൾക്ക് ഉറക്കില്ല. പിണറായി വിജയൻ ഉറക്കില്ല. കമലയിടത്തി വീശിക്കൊടുക്ക, എന്നിട്ട് ഉറക്ക് വരുന്നില്ല. മോക്ക് വീണക്ക് വയറുവേദന, നെഞ്ചുവേദന. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഉപ്പുതിന്നവരൊക്കെ വെള്ളം കുടിക്കും. മാസപ്പടി കേസിന്റെ കാര്യം പറയരുതിട്ടാ, അത് ഫൗളാണ്. മാസപ്പടി കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മുടെ CM കലിപ്പായിട്ട് ഇറങ്ങിപ്പോവും. അയ്യോ, കുടുംബത്തിന് ഇതിലേക്ക് വലിച്ചഴക്കുന്നേന്ന് പറഞ്ഞ് ക്യാപ്സ്യൂൾ ഇറക്കും. അതുകൊണ്ട് വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയും. മനസ്സോർക്ക്. പിണറായി വിജയൻ എന്താണ് മനസ്സിലാക്കണമെങ്കിൽ ഈ ഇരിഞ്ഞാലക്കുടയിൽ വന്നിട്ട് കരിവന്നൂർ ബാങ്കിലേക്ക് നോക്കിയാൽ മതി. എന്താ പിണറായി വിജയൻ നമുക്ക് മനസ്സിലാവും. അല്ല, അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ മതി. നിങ്ങളുടെ ഈ ഡയലോഗൊക്കെ അങ്ങ് കേന്ദ്രത്തിലെടുത്താൽ മതിട്ടാ. പിണറായി വിജയന്റെ അടുത്ത് ഇതൊന്നും വേണ്ട. സമയമായി. മുഖ്യമന്ത്രി സമയനിഷ്ഠയുടെ ആളായോണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഞ്ഞടിക്കൽ കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെട്ടു പോയെന്നെ. ഇപ്പൊ ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് പോവാൻ സമയമായിരിക്കുന്നു. ആരും ഇനി കരുവന്നൂരെന്നും മീഡിയെന്നും പറഞ്ഞു വരരുത് പ്ലീസ്. ഞാൻ പറയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കി. തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10 മണിക്ക് അവസാനിക്കും. മിസ്റ്റർ AP അബ്ദുള്ള കുട്ടി, ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ CM പരിഹസിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അതാണോ ഞങ്ങളുടെ കോമ്രേഡ്സിന്റെ വിജയം. AK ബാലൻ പറഞ്ഞു ദേശീയ പദവി നഷ്ടപ്പെടുന്നു. AK ബാലൻ പറയുന്ന ഈ തെരഞ്ഞെടുപ്പോട് CPM-ന്റെ ദേശീയ പദവി അംഗീകാരം നഷ്ടപ്പെടും. പിന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രം ഉണ്ടാവില്ല. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് പകരം ഈനാമ്പേജി അടയാളമായിരിക്കുമെന്ന് AK ബാലൻ പറയുന്നു. അതിന് കനലൊരു തരിയായതിൻ്റെ വിഷമം അത് അനുഭവിക്കണവനെ മനസ്സിലാവുള്ളൂ. നിങ്ങളൊക്കെ രാജ്യം മുഴുവനും സീറ്റുള്ള ആൾക്കാർ, പേരിന് പോലും മറ്റുള്ളയിടത്തൊന്നും സീറ്റില്ലാത്ത ആൾക്കാർ ഓരോന്ന് പറഞ്ഞിങ്ങനെ ശവത്തി കുത്തണ പോലെ കുത്തരുത്. കഷ്ടമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അടുത്ത തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സഖാവ് MV ഗോവിന്ദൻ മാഷയുടെ ഇലക്ഷൻ പ്രചരണം നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കൂ. സഖാവ് ഗോവിന്ദൻ മാഷക്ക് ഈ നാമ്പേച്ചി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ഈ ഗതികേട് വരാൻ പോവാ. എന്ത് വിധി ഇത്? 26 ഏപ്രിൽ 26 രാവിലെ ഒരു കട്ടൻ ചായ അടിച്ച് നേരെ പോളിംഗ് ബൂത്തിൽ ചെന്ന് ക്യൂ നിന്ന് ആദ്യത്തെ വോട്ട് നമുക്ക് താമരക്ക് ചെയ്യണം. ശ്രീരാമ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങ് വോട്ട് ചെയ്താൽ മതി. സുരേഷ് ഗോപിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് താഴ്മയോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. AP അബ്ദുള്ള കുട്ടിക്കെതിരെ LDF പരാതി കൊടുത്തിട്ടുണ്ട്. CPM-കാർ ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ച് താമരയ്ക്ക് വോട്ട് ചെയ്യുന്നതാണ് അബ്ദുള്ള കുട്ടി പറയുന്നത്. ഏതിൽ കുത്തിയാലും താമരയ്ക്ക് വോട്ട് വീഴുന്ന സിസ്റ്റത്തിനെ കുറിച്ച് എങ്ങനെയാണോ എന്തോ പറയണത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.
നമ്മുടെ ജി സുധാകരൻ പ്രസംഗമായി ഏതെങ്കിലും വേദിയിൽ വന്നാൽ നമ്മുടെ കോംറേഡ്സിനൊക്കെ ടെൻഷനാണ്. ഹൈ, എപ്പോഴും നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ആളാണല്ലോ പുള്ളി. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തെങ്കിലും വായിന്ന് വീണ് പോയാൽ കഴിഞ്ഞില്ലേ കഥ. ഈ ഇലക്ഷനൊക്കെ അല്ലേ ഒരു രാഷ്ട്രീയക്കാരനെ എങ്ങനെയാവണം, രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ ജി സുധാകരൻ കുറച്ച് ഉപദേശം തരുന്നുണ്ട്. എല്ലാവരും കേട്ട് പഠിച്ചോ, പ്രത്യേകിച്ച് നമ്മുടെ കോംറേഡ്സ്. നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോ എന്നുള്ളതാണ്. കോമൺ സെൻസ് ആണ് രാഷ്ട്രീയത്തിന്റെ വിജയം. സാമൂഹ്യ പ്രവർത്തനത്തിലും ജീവിതത്തിലും കോമൺ സെൻസ് ഉള്ളവരെല്ലാം ചെയ്യും. കോമൺ സെൻസ് ഇല്ലാത്ത അത്യാഗ്രഹികളും അസൂയക്കാരും സന്ദർഭത്തിന് ചിന്തിക്കാൻ കഴിയാത്തവരും നിലവാരത്തെ താഴെ നിൽക്കുന്നവർ വിജയിക്കത്തില്ല. കാലുവാരലിനും ടീച്ചറമ്മ പരാമർശത്തിനും മറ്റുള്ളവരെ തല്ലിയിട്ട് വിപ്ലവമെന്ന് പറയരുതെന്നുമുള്ള മാസ് ഡയലോഗുകൾക്ക് ശേഷം അടുത്തതായി ജി സുധാകരൻ അവതരിപ്പിക്കുന്നു കോമൺ സെൻസ് വേണം, കോമൺ സെൻസ്. അധികാരമോഹം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന കോമൺ സെൻസ് ഇല്ലാത്ത ആള് ഇവിടെ ആരാണാവോലെ? പാർട്ടി നേതൃത്വത്തിനെതിരെ മൊത്തത്തോടെ വിമർശനം ഉന്നയിക്കുന്ന ആളായോണ്ട് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അറിയാണ്ട് പാവം ഇവിടെ കോംറേഡ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടാവും. ഒരു സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് എനിക്ക് MLA ആവണം, MP ആവണം. അതിൽ കൈപിടിച്ച് കയറ്റവന്റെ കഴുത്തിന് വെട്ടുന്ന പരിപാടി ആദ്യം അവനെ അങ്ങ് വെട്ടിക്കളയാം. അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ എനിക്കിവിടെ കയറിയിരിക്കാം. എന്നിട്ട് കയറിയിരുന്ന് കഴിഞ്ഞ് കൈയും കാലോട്ട് അടിക്കുക. ഇതല്ലേ ഇപ്പൊ കേരളത്തെ എമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. പാവം പാർട്ടിയിൽ അവഗണിക്കപ്പെടുന്നു എന്നുള്ള തോന്നൽ വരുമ്പോൾ എന്തൊക്കെ ചിന്തകളാണല്ലേ മനസ്സിൽ വരുന്നത്. നൈസായി എല്ലാവരും കൂടി സുധാകരൻ സഖാവിനെ ഒഴിവാക്കിയില്ലേ. പിന്നെ അല്ലാണ്ട് നേതൃത്വത്തിനെതിരെ വിമർശിച്ചാൽ വെട്ടി ഒതുക്കി കളയെല്ലാത്തിനും. ഇതൊന്നും ജി സുധാകരൻ അറിയില്ല എന്നുണ്ടോ? മിണ്ടാതെ ഉരിയാടാതെ നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ല സുധാകരേട്ടാ, നിങ്ങൾ പൂജാരിമാരെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു കാലത്ത് ഭയങ്കര വിവാദം ഉണ്ടായിട്ടില്ലേ? അതിന്റെ സത്യാവസ്ഥ എന്തുട്ടാ? ഇവിടെ കാലുപോലും കാണാൻ പറ്റില്ല. അവർ തലയിൽ പോലും ശിരോവസ്ത്രമാണ്. അച്ഛന്മാരുടെ വേണം ലോഹയെ പറ്റി ലോഹ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അതുപോലെ നമ്മുടെ ഹിന്ദുക്കളുടെ പുരോഹിതന്മാരും ഈ അടിവസ്ത്രമില്ലാതെ കുളിച്ചിട്ട് വന്ന് ആൾക്കാർക്കെതിരെ തിരിഞ്ഞു നിന്നുള്ള പൂജ അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് അഭിപ്രായം പറയാൻ ആവശ്യമില്ലേ? ഞാൻ അഭിപ്രായം പറഞ്ഞു. പറഞ്ഞോ അഭിപ്രായം പറയണോണ്ടൊന്നും കുഴപ്പമില്ല. ആരെയും അപമാനിക്കാണ്ടിരുന്നാ മതി. അപ്പൊ കുറച്ച് പേര് ജെട്ടി സുധാകരൻ എന്നൊരു പേര് ഇപ്പോഴും ഇടക്കിടക്കാണ്. ഞാൻ ജെട്ടിയെന്നേ പറഞ്ഞില്ല, ഞാൻ ജെട്ടി ഇടാറുമില്ല. हे प्रभु हे हरि राम कृष्ण जगन्नाथ प्रेमानंद ये क्या हुआ? അതല്ലാതെ അണ്ടർവെയറാണ് ജെട്ടിയിടുന്ന കുറെ കൂടെ സേഫ് ആയിരിക്കും ചില സമയം. ഞാൻ പറഞ്ഞത് അത് സ്വകാര്യമായ കാര്യമാണ്, അതിന്റെ പഴിയാണ്. അതുകൊണ്ട് പൂജാരിമാരെ അവഹേളിച്ചതല്ല, ആധുനിക കാലത്ത് പഴയ ഫ്യൂഡൽ രീതികൾ മാറണമെന്നുള്ളതാണ്. അങ്ങനെ പറയേ. പഴയ കാലത്ത് ഫ്യൂഡൽ ചിന്താഗതി മാറാൻ വേണ്ടിയിട്ടാണ് ഹിന്ദു പുരോഹിതന്മാരോട് വസ്ത്രം മാറ്റണം എന്ന് പറഞ്ഞതത്രേ. നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ച്. ഇപ്പൊ പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യം പോലെ വസ്ത്ര സ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട് കേട്ടോ. അല്ല പറഞ്ഞെന്നുള്ളൂ. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.